ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജിന്റെ ഒരു ബേസിക് സെക്ഷൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെർസെൻറ്റേജിന്റെ അടുത്ത ഒരു സെക്ഷൻ ആണ് ഇനി വരാൻ പോണത്. മാത്സിന്റെ പെർസെൻറ്റേജിന്റെ ഈ ഫ്രാക്ഷനിലോട്ടുള്ള കൺവേർഷൻ നമുക്ക് വേർഡ് പ്രോബ്ലംസിൽ എങ്ങനെ യൂസ്ഫുൾ ആക്കാം, അതുപോലെ തന്നെ പെർസെൻറ്റേജിന്റെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഒക്കെ പെർസെൻറ്റേജ് വരുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്തൊക്കെ പെർസെൻറ്റേജ് വരുന്നുണ്ട്. അപ്പൊ ഈ പെർസെൻറ്റേജ് വാല്യൂസ് തന്നിരുന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് ആ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ NTPCയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തും കൊല്ലത്തും കൊട്ടാരക്കരയും കോഴിക്കോടും അവൈലബിൾ ആണ്. ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ SSC പോലെയുള്ള എക്സാംസ്, SSCയുടെ ഇനി അടുത്ത CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് പാർട്ട് ടൈം വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓഫ്ലൈനോ ഓൺലൈനോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇൻഫോം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പെർസെൻറ്റേജിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, അതൊരു 15 മിനിറ്റ് മാക്സിമം പോണ ഒരു സെക്ഷൻ ആണ് കേട്ടോ. അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പൊ പെർസെൻറ്റേജിൽ ചെയിൻ റൂൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം. ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയിൻ റൂള്. അതായത് ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപയാണ്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പ്രാക്ടിക്കലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് 50 രൂപയാണെന്ന് അറിയാം. എങ്കിലും ഞാൻ ചെയിൻ റൂൾ എന്ന് പറയാം. ഒരു പേനയ്ക്ക് 10 രൂപയാണ്. പേനയുടെ എണ്ണം കൂടുമ്പോൾ വിലയും കൂടുമല്ലോ. പേനയുടെ എണ്ണം കൂടുമ്പോൾ വിലയും കൂടുമല്ലോ. അതായത് പ്രപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഒരു സാധനം കൂടുമ്പം അതിന് കറസ്പോണ്ടിങ് വേറൊരു വാല്യൂ കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. പേനയുടെ എണ്ണം കൂടുമ്പോൾ പേനയുടെ വില കൂടും. ഒരു ബുക്കിന്റെ വില ഇത്രയാണ്. അപ്പൊ 10 ബുക്കിന്റെ വില എത്ര, 20 ബുക്കിന്റെ വില എത്ര, ബുക്കിന്റെ എണ്ണം കൂടുമ്പോൾ വിലയും കൂടും അല്ലെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. അവിടെ വേറൊരു എക്സാമ്പിൾ പറയാം ഞാനത്. നമ്മുടെ ഇൻട്രസ്റ്റ് 100 രൂപയ്ക്ക് 10 രൂപ പലിശ, 200 രൂപയ്ക്കും 10 രൂപ തന്നെ ആയിരിക്കുമോ പലിശ? അല്ലല്ലേ, കൂടും. എമൗണ്ട് കൂടും. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കൂടും. 100ന് 10 ആണെങ്കിൽ 200ന് 20 രൂപ കിട്ടും, 300ന് 30 രൂപ പലിശ കിട്ടും അല്ലെ. അപ്പൊ ഡയറക്ട്ലി പ്രപ്പോർഷണൽ, അവിടെയൊക്കെ നമുക്ക് ഈ ചെയിൻ റൂൾ കോൺസെപ്റ്റ് ഓക്കെ ആണ് അല്ലെ. അതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപ? എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപ? അപ്പൊ ഒരു പേന 1 into x is equal to 10 into 5 എന്ന് വരും. x is equal to 15 വരും അല്ലെ. x is equal to 15 വരും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എഴുതുവാണ്. എപ്പോഴും ക്രോസ് ചെയ്യേണ്ട കാര്യം വരത്തില്ല, ചില കേസിൽ ക്രോസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നോക്കി, ഒരു പേനയ്ക്ക് 10 രൂപ, 5 പേനയ്ക്ക് എത്ര രൂപ? ഈ 1 10 ആവാൻ into 10 ആ ചെയ്തത് അല്ലെ. ഒന്നിനെ 10ലോട്ട് മാറ്റാനായിട്ട് into 10 ചെയ്തു. സോ 5നെ into 10 ചെയ്താൽ മതി, 50. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. ചില കേസിൽ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. 1 into 10 ആണ് 10. സോ 5 into 10 ചെയ്താൽ നമ്മുടെ ആൻസർ 50 എന്ന് കിട്ടും. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതെ ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തിനാ ഇതൊക്കെ പറയുന്നത് അല്ലെ? പെർസെന്റേജിന്റെ ക്ലാസ്സിൽ എവിടെ ഈ ചെയിൻ റൂൾ വരുന്നത്? അതല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്. അതായത് 10% എന്ന് പറയുന്നത് 50 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? 10% എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കണം. 10% 50, ഫുൾ എത്ര ഉണ്ട്? ഫുൾ എത്ര ഉണ്ട്? 100% എത്ര ഉണ്ട്? എന്ത് ചെയ്താൽ മതി? ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇവിടെ into 5 അല്ലേ, 10 into 5 അല്ലേ. അപ്പൊ ഇവിടെ into 5 അങ്ങ് ചെയ്താൽ മതി. ക്രോസും ചെയ്യേണ്ട വരത്തില്ല. 500 ക്രോസ് ചെയ്താലും നോക്കേ, 500 into 10 ഉം 50 into 100 ഉം സെയിം അല്ലേ. ഓക്കെ. അപ്പൊ ചില കേസിൽ ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറ്റുന്നിടത്ത് അത് തന്നെ അപ്ലൈ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ 20% എന്ന് പറയുന്നത് 30 അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് 40 ആണേ. അങ്ങനെയാണെങ്കിൽ 50% എത്രയാണ്? എന്ത് ചെയ്യാം? 20% എന്താ? 40 ആണ്. 50% അപ്പൊ എന്തായിരിക്കും? 20 into 2 ആണ് 40%ന്റെ ഡബിൾ ആണ് ഒറിജിനൽ വാല്യൂ. അപ്പൊ 50%ന്റെ ഡബിൾ ആയ 100 ആയിരിക്കും 50% എന്ന് പറയുന്നത്. മനസ്സിലായോ? 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ into 200 ആയിരിക്കും. അപ്പൊ 20% അറിയാമെങ്കിൽ 50%ഓ 100%ഓ 75%ഓ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. 40% കണ്ടുപിടിക്കണോ? അതിനെ into 2 ചെയ്താൽ മതി. കാരണം 20% എന്ന് പറയുന്നത് 40 ആണ്, into 2 ആണ്. അപ്പൊ ഏത് പെർസെന്റേജിനെ അതിന്റെ ഒറിജിനലിലോട്ട് മാറ്റാനും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? into 2 ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ഒരു പെർസെന്റേജ് വാല്യൂവും അതിന്റെ ഒറിജിനലും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയിൻ റൂള് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചത് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? 5ൽ 1 അല്ലേ? അതായത് ഈ 20% ആ പെർസെന്റേജ് വാല്യൂ ആണ് ഈ 1. ഈ 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ആണ് അല്ലെ? ഔട്ട് ഓഫ് ടോട്ടൽ ആണ് 5. അതിൽ 1, 5ൽ 1 എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പൊ 20% 30 ആണെങ്കിൽ 130 ആണെന്ന് അതിന്റെ മീനിങ് അല്ലെ? ആ പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ കിടക്കുക. 5ൽ 1 എന്ന് പറയുന്നതാണ് 30. 5ൽ 1 ആണ് 30. അപ്പൊ 5 എത്ര ആയിരിക്കും? ഇവിടെ into 30, സോ ഇവിടെ into 30, 150. മനസ്സിലായോ? ആ ഫ്രാക്ഷനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. 25% ഓഫ് എ നമ്പർ. 25% ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ 4ൽ ഒരു നമ്പർ. ആ ഒരു നമ്പർ ആണ് 25%. 4 എണ്ണത്തിൽ 1 ആണ് 25%. ആ 1ന്റെ വാല്യൂ അറിയാമെങ്കിൽ 4 കണ്ടുപിടിക്കാം, 5 കണ്ടുപിടിക്കാം, 6 കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. If 25% of a number is 10, find a number na question. If 25% of a number is 10, find a number. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 25% എന്ന് പറഞ്ഞാൽ 4ൽ 1 ആണ്. അപ്പൊ ഈ 10 എത്രയാണ്? 4 ആണോ 10? അതോ 1 ആണോ 10? അതോ 5 ആണോ 10? ഏതാണ് 10? 4ൽ 1 ആണ് 25%. ആ 25% ആണ് 10. സോ 1 ആണ് 10. മനസ്സിലായോ? 1 ആണ് 10. അങ്ങനെയാണെങ്കിൽ 4 ആ ടോട്ടൽ അല്ലെങ്കിൽ ഫൈൻഡ് എ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 എന്ത് വരും? 1 into 10 ആണ്. സോ 4 into 10, 40. അപ്പൊ ആ നമ്പർ ഏതാണ്? 40 ആണ്. മനസ്സിലായോ? 25% എന്ന് പറഞ്ഞാൽ 4ൽ 1 ആണ്. ആ പെർസെന്റേജ് വാല്യൂ കിടക്കുന്നത് ന്യൂമറേറ്ററിലായിരിക്കും. മനസ്സിലായോ? അതായത് പെർസെന്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10. ആ 1 ആണ് ഒറിജിനൽ 10. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ആ നമ്പറിന്റെ 25% ആണ് മുകളിൽ കിടക്കുന്ന 1 എന്ന് പറയുന്നത്. അപ്പൊ 1 10 ആണെങ്കിൽ 4 എന്തായിരിക്കും? 40 ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 40ൽ 10 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് ചെയ്ത് നോക്കേ. 40ൽ 10 into 100 ഒന്ന് ചെയ്ത് നോക്കേ. എന്ത് വരും? 0 0 ക്യാൻസൽ ആവും. 4 into 4ഉം 100 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 25. സോ ആൻസർ 25%. മനസ്സിലായോ? 40ൽ 10 എന്ന് പറയുന്നത് 25% അല്ലെ? മനസ്സിലായോ? വേറെ ക്വസ്റ്റ്യൻ നോക്കേ. If 20% of a number is 10, find a number. If 20% of a number is 10, find a number. എങ്ങനെ ചെയ്യാൻ പറ്റും? 20% എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ഫ്രാക്ഷൻ ഏതാ? 1/5 ആണ്. ഫ്രാക്ഷൻസ് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 20% എന്നൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഫ്രാക്ഷൻ അറിയത്തില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. പക്ഷെ 16 2/3, 33 1/3 ഇങ്ങനെയൊക്കെ ചോദ്യം മാറുമ്പോൾ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും ആ ഫ്രാക്ഷൻ പഠിച്ചു വെച്ചിരുന്ന എളുപ്പമാണ്. 20% ഓഫ് എ നമ്പർ 1/5 ആണ്. അതില് 20% ആണ് 10 അല്ലെ? അപ്പൊ 1 ആണ് 10. 20% ആ പെർസെന്റേജ് വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ആ പെർസെന്റേജ് വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പൊ 1 ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. 1 ആണ് 10. 1 ആണ് 10. അങ്ങനെയാണെങ്കിൽ 5 എന്ത് വരും? ഇവിടെ into 10 ആയതുകൊണ്ട് ഇവിടെ into 10. 1 into 10 അല്ലേ 10. സോ 5 into 10, 50. മനസ്സിലായോ? സോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 50 വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറെ നോക്കാം. 16 2/3
percentage of a number is 16, 2 by 3 percentage of a number is 20 വരുക. Find the number. എന്ത് ചെയ്യും? 16, 2 by 3 percentage of a number is 20. Find the number. ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിലോ? ഇവിടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരുന്നത് അല്ലെ? 16, 2 by 3 percentage ആണ് എന്തെന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് ചെയ്യും? ഈ 20% ആണെങ്കിലും 25% ആണെങ്കിലും ചെയിൻ റൂളിൽ ഡയറക്റ്റ് ഇട്ടാലും കിട്ടും. പക്ഷെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ആക്കി തന്നെ ചെയ്യണം. 16 2 by 3 percentage എന്ന് പറഞ്ഞാൽ 1 by 6 അല്ലേ? 1 by 6 അല്ലേ? അതിലെ പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത് 1 അല്ലേ? സോ 1 അല്ലേ 10 എന്ന് 20 എന്ന് തന്നേക്കുന്നത്? 1 അല്ലേ 20 എന്ന് തന്നേക്കുന്നത്? ഒരു നമ്പറിന്റെ 16 2 by 3 percentage 16 2 by 3 percentage എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? പെർസെന്റേജ് വാല്യൂ എപ്പോഴും ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ്. സോ 1 ആണ് 20. ആ നമ്പർ കണ്ടുപിടിക്കാൻ 6ന്റെ വാല്യൂ. സോ 1 into 20 ആണ് 20. സോ 6 into 20 ചെയ്യാം 120. കുറച്ച് സ്പീഡിലാണ് പറയുന്നത് എങ്കിലും നിങ്ങൾ ഇതൊന്ന് റിവൈസ് ചെയ്ത് കണ്ടത് പഠിച്ചോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ട് അതൊന്ന് പഠിച്ചോളാം കേട്ടോ. സംഭവം ഒന്നുകൂടെ കാണുമ്പോൾ പിടികിട്ടും. 2-3 എക്സാമ്പിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 16 2 by 3 percentage of a number 20 എന്ന് പറഞ്ഞാൽ 1 ആണ് 20. നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 ആണ് കണ്ടുപിടിക്കുന്നത്. If 25% of a number is added to itself, then result becomes 500. Find the number. ഇങ്ങനെയും ചോദിക്കാം. 25% of a number തന്നിട്ട് ചോദിച്ചു. 25% of a number ആഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് തന്നിട്ട് ചോദിക്കുന്നു. രണ്ടായാലും നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരേ ഒരു കാര്യം ആദ്യം ചെയ്യുക, പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുക. നമ്മൾ എപ്പോഴും പെർസെന്റേജ് ഇട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനെ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ 25% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു എന്ന് പറയുമ്പോൾ 25% അതാണ് അവിടുത്തെ നമ്മുടെ പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? പെർസെന്റേജ് വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ആക്കാം. 25%ന് പകരം നമുക്ക് 4ൽ 1 ആഡ് ചെയ്യുന്ന കാര്യമാകും. അപ്പൊ 4ൽ എന്താ ആഡ് ചെയ്യുന്നത്? 25% ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ 25% ആഡ് ചെയ്യുന്നത്. ഒരു നമ്പറിന്റെ 25% ആഡ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ 25% എന്ന് പറയുന്നത് 1 അല്ലേ? ആ പെർസെന്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്നല്ലേ? 25% ഓഫ് 4 അല്ലെ? 4ന്റെ 25% 1. അപ്പൊ 1 ആണ് ആ 25%. നമ്പർ ഏതാണ്? ഒറിജിനൽ നമ്പർ ഏതാണ്? 4 ആണ്. അപ്പൊ 4ന്റെ കൂടെ 1 ആഡ് ചെയ്തു എന്നല്ലേ പറയുന്നത്? ഒരു നമ്പറിന്റെ കൂടെ അതിന്റെ 25% ആഡ് ചെയ്തു. ഒരു നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതിന്റെ 25% എന്ന് പറയുന്നത് അതിന്റെ ന്യൂമറേറ്ററിൽ കിടപ്പുണ്ട് 1 ആണ്. അപ്പൊ 4ന്റെ കൂടെ 1 ആഡ് ചെയ്തു. 4ന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ 5 കിട്ടി. അപ്പൊ 5 ആണ് 500. 4ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ 5 കിട്ടി. ആ 5 ആണ്. റിസൾട്ട് ബിക്കംസ് 500. ആ 5 ആണ് 500. ഫൈൻഡ് ദ നമ്പർ. നമ്പർ എന്താണ്? 4. 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5 ആണ് 500. അങ്ങനെയാണെങ്കിൽ 4 എത്ര വരും? 5 into 100 ആണ് 500. സോ 4 into 100 ചെയ്യാ 400. 4 into 100 ചെയ്യാ 400. ഓക്കെ. അപ്പൊ നമ്പർ എന്താണ്? 400. 400ന്റെ 25% 100 ആണ്. 400 plus 100 500. അടുത്ത ക്വസ്റ്റ്യൻ. If 20% of a number is added to itself, then the result becomes 120. Find the number. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 20% of a number is added to itself. ഒരു നമ്പറിന്റെ കൂടെ അതിന്റെ 20% കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് 120 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പൊ 5ന്റെ കൂടെ 5ന്റെ 20%, 5ന്റെ 20% ഏതാ? 1 ആണ്. പെർസെന്റേജ് വാല്യൂ എപ്പോഴും ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ്. 5ന്റെ 20% 1 ആണെന്നാണ് അർത്ഥം. 5ന്റെ 20% 1 ആണെന്നാണ് അർത്ഥം. 20% എന്ന് പറഞ്ഞാൽ 1/5. എന്താ അതിന്റെ അർത്ഥം? 5ന്റെ 20% ആണ് 1. അപ്പൊ 5ന്റെ കൂടെ 5ന്റെ 20% ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ആ 6 ആണ് 120 അല്ലെ? ആഡ് ചെയ്ത റിസൾട്ട് ആണ് 120. 6 എങ്ങനെ 120 ആവുന്നത്? ഇൻറ്റു 20 ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ്? നമ്പർ ഏതാണ്? 5 ആണ്. 5ന്റെ കൂടെ അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ 5ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻറ്റു 20 വരും. ആൻസർ 100. 5 into 20 വരും. ആൻസർ 100. ക്ലിയർ ആണോ?
ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, if 33 1/3% of a number is subtracted from itself, then the result becomes 560. Find the original number. ഒരു നമ്പറിന്റെ 33 1/3% സബ്ട്രാക്ട് ചെയ്തപ്പം 560 കിട്ടി. ഒരു നമ്പറിൽ നിന്ന് അതിന്റെ 33 1/3% സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 560 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ എത്ര ആണെന്നാണ് ചോദ്യം. അപ്പൊ 33 1/3% എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫ്രാക്ഷൻ എന്താണ്? 33 1/3% അല്ലെങ്കിൽ 33.33% എന്ന് പറഞ്ഞാൽ 1/3 ആണ് അല്ലെ? 1/3 ആണ്. അപ്പൊ 3 അതാണ് നമ്മുടെ നമ്പർ. നമ്പർ എന്താണ്? 3 ആണ്. പെർസെന്റേജ് 33 1/3 എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് 1 ആണ്. അപ്പൊ 3യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. 3യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ആ 2 ആണ് 560. ആ 2 ആണ് 560. ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ആണ് 560. 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ചെയിൻ റൂൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 3യുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ക്രോസ് എടുത്താൽ മതി. 3ന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് 2 ആണ് 560. ക്രോസ് എടുത്താലും മതി കേട്ടോ. അപ്പൊ 2x is equal to 3 into 560. So x is equal to 3 into 560 divided by 2. ഇവിടെ എത്ര വരും? 280 വരും അല്ലെ? 280ന്റെ 3 times 0 4 8 840 എന്ന് വരും അല്ലെ? 840. ഓക്കെ, 840ന്റെ 3-ലൊന്ന് കണ്ടുപിടിച്ച് നോക്കേ. 840ന്റെ 3-ലൊന്ന് ചുമ്മാ ഒന്ന് കണ്ടുപിടിക്കാം. 2 24 8 280 കിട്ടും. അപ്പൊ 840ന്റെ നിന്ന് 280 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കേ. 60 560. മനസ്സിലായി? ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ചെക്ക് ചെയ്യൊന്നും വേണ്ട. കറക്റ്റ് ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതുപോലെ ഒരു സബ്ട്രാക്ട് ചെയ്ത ഒരു ഫ്രാക്ഷൻ നോക്കാം. If 16 2/3% of a number is subtracted from itself, then the result becomes 550. Find the original number. ഒന്ന് ചെയ്ത് നോക്കേ. 16 2/3% of a number is subtracted from itself. ഇത് ഒന്ന് ചെയ്ത് നോക്കി ആൻസർ കമന്റ് ചെയ്യാവോ? ഇതൊന്ന് ചെയ്ത് നോക്കി ആൻസർ കമന്റ് ചെയ്യുക. 16 2/3% എന്ന് പറയുമ്പോൾ 1/6 ആണെന്നുള്ള കാര്യം ഓർക്കുക. 1/6 6 1 സബ്ട്രാക്ട് ചെയ്തു 5 ആണ്. സോ ബാക്കി ഒന്ന് ചെയ്തോളാം. എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 16 2/3% 1/6 ആണ്. If 11 1/9% of a number is added to itself, then the result becomes 900. Find the original number. If 11 1/9%, എന്താണ് 11 1/9%? ആ പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു 9 1/11% ഉണ്ട്, 11 1/9% ഉണ്ട്. 9 1/11% എന്ന് വെച്ചാൽ 1/11 ആണ്. 11 1/9%ന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/9 ആണ്. ആ ഫ്രാക്ഷൻ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അത് തന്നെയായിരിക്കും എപ്പോഴും ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. 9 1/11% എന്ന് പറഞ്ഞാൽ 1/11 ആണ് അതിന്റെ ഫ്രാക്ഷൻ. 11 1/9% is equal to 1/9. ഇനി ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കേ. 11 1/9% എന്ന് കാണുന്ന ഉടനെ 1/9 എഴുതി. അതായത് 9ന്റെ 11 1/9% ആണ് 1. അപ്പൊ 11 1/9% of a number is added to itself എന്ന് പറഞ്ഞാൽ 9ന്റെ കൂടെ അതിന്റെ ആ പെർസെന്റേജ് വാല്യൂ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 10 കിട്ടും. ആ റിസൾട്ട് ആ 10 ആണ് 900. ആ 10 ആണ് 900. That is into 90. Find the original number. 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. So into 90 ചെയ്താൽ മതി. 8 10 810. മനസ്സിലായോ? ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പെർസെന്റേജ് നമ്മൾ കുറെ കൂടെ മനസ്സിലാക്കി കഴിയുക. എന്താണ് പെർസെന്റേജിന്റെ ആ ഫ്രാക്ഷന്റെ ആ മീനിങ്, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ
പ്രോഫിറ്റ് 1/9% കിട്ടി എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 9 രൂപയിൽ നിന്ന് 1 രൂപ ലാഭം കിട്ടിയെന്നാ. ലാഭമാണ് ഇത് അവിടെ അല്ലെ, കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ. 9 രൂപയ്ക്കകത്തുനിന്ന് 1 രൂപ ലാഭം കിട്ടി. അപ്പൊ 90 രൂപയ്ക്കകത്തുനിന്ന് 10 രൂപ ലാഭം കിട്ടും. 900 രൂപയ്ക്കകത്തുനിന്ന് 100 രൂപ ലാഭം കിട്ടും. ഇങ്ങനെ ചെയിൻ റൂൾ വെച്ച് നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ പല ചാപ്റ്ററിലും പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പെർസെന്റേജിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇത് ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If 64 is added to a number, then the number becomes 133 1/3% of itself. Find the original number. ഒരു നമ്പറിന്റെ കൂടെ 64 കൂട്ടിയപ്പോൾ, ഓക്കെ, ഒരു നമ്പറിന്റെ കൂടെ 64 ആഡ് ചെയ്തപ്പോൾ 133 1/3% കിട്ടി. എന്താ ഈ 133 1/3%നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു 100%ന്റെ കൂടെ ഒരു 33 1/3% ആണ് ആഡ് ആയേക്കുന്നത് അല്ലെ. 133 1/3% എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ കൂടെ എന്തോ ആഡ് ചെയ്തു. 64 ആഡ് ചെയ്തോ 32 ആഡ് ചെയ്തോ എന്തോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോ അത് 133 1/3%. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 100% അല്ലെ, 100%. 50 എന്നൊരു നമ്പർ അല്ലെ, 500 എന്നൊരു നമ്പർ, അത് 100% ആ. അതിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്താൽ 100% കൂടും അല്ലെ. അപ്പൊ ആഡ് ചെയ്ത സംഭവമാണ് 33 1/3% അല്ലെ. 100%ന്റെ കൂടെ ഒരു 33 1/3% ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി 33 1/3%ന്റെ ഫ്രാക്ഷൻ അറിയാലോ. 33 1/3% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ ആഡ് ചെയ്തേക്കുന്നത് 3ൽ 1 ആണ് ആഡ് ചെയ്തേക്കുന്നത് അല്ലെ. 64 ആഡ് ചെയ്തു, 1 എന്ന് പറയുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ 3 എന്ത് വരും? ഇവിടെ ഇൻറ്റു 64 ആണെങ്കിൽ ഇവിടെ ഇൻറ്റു 64. സോ ആൻസർ എത്ര വരും? 4 into 3 12, 1 6 into 3 18 plus 1 90 192. ഇപ്പൊ നമ്മുടെ നമ്പർ ഏതാണ്? 192. മനസ്സിലായോ? 192 ആണ് നമ്മുടെ നമ്പർ. അതിന്റെ കൂടെ 192ന്റെ കൂടെ 64ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ അത് എത്രയായി? ടോട്ടൽ നമ്പറിന്റെ 133 1/3% ആയല്ലേ. കാരണം 192ന്റെ 1/3 ആണ് 64. അപ്പൊ 64 ആഡ് ചെയ്താലാണ് അത്രയും പെർസെന്റേജ് മാറുന്നത്. സോ നമ്മുടെ നമ്പർ എന്ത് കിട്ടി? 192. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു 64 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെർസെന്റേജ് 125% ആയി. എന്താ അതിന്റെ മീനിങ്? 4ൽ 1 കൂടിയ അല്ലെ, 25% കൂടിയ. 4ൽ 1 കൂടിയ 1 ആണ് 64. അങ്ങനെയാണെങ്കിൽ 4 എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അങ്ങനെയാണെങ്കിൽ 4 എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇപ്പം 120% ആണ് കൂടിയെന്ന് പറയുന്നത്. അപ്പം 5ൽ 1 കൂടിയ, കാരണം 100 കഴിഞ്ഞ് ബാക്കിയുള്ളതാ എടുക്കണ്ടേ. 20% കൂടിയേക്കുന്നത് അല്ലെ. 120% ആയി എന്ന് പറഞ്ഞാൽ 20% കൂടിയെന്ന് അർത്ഥം. ഒരു നമ്പർ 120% ആയി എന്തെങ്കിലും ആഡ് ചെയ്തപ്പോ. അതിന്റെ മീനിങ് 20% ആണ് ആഡ് ആയേക്കുന്നത് അല്ലെ. 20% ആണ്, അല്ലെങ്കിൽ 1 ആണ് 64. 5 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇതൊക്കെ നന്നായിട്ട് തറവാക്കുക. നന്നായിട്ട് ഇതേ ടൈപ്പ് പ്രോബ്ലംസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് പെർസെന്റേജിന്റെ വെൻ ഡയഗ്രാം മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ മാർക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ച് സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പേഴ്സിൽ വിളിച്ചിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.